എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈവ് മീഡിയ മൂർക്കനാട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുമായി വരാനുണ്ടായ ഒരു കാരണം, നമ്മുടെ മൂർക്കനാട് കാളിയാർകുളം ഏറുമാടൻ ബോയ്സ് വരുന്ന വേനൽക്കാലത്തും അതുപോലെ തന്നെ സ്പെഷ്യലി റംസാനൊക്കെ വിഷരഹിത തണ്ണിമത്തൻ നാട്ടുകാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പൊട്ടച്ചോല വലിയപറമ്പിൽ ഫാമിലിയുടെ പാടശേഖരത്ത് 5 ഏക്കർ വിസ്തൃതിയിലുള്ള പാടത്താണ് തണ്ണിമത്തൻ കൃഷി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ നമ്മുടെ ആരാധ്യയായ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ശശികുമാർ നടത്തുകയുണ്ടായി. പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. എല്ലാവരും കൂടെ വരണേ. കേരള സർക്കാരിൻ്റെ കൃത്യത കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൃഷി ഇവരുടെ നാട്ടിൽ നടത്തുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം വരുന്ന വേനൽക്കാലത്തും എസ്പെഷ്യലി റംസാനൊക്കെ തന്നെ വിഷരഹിത തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ യുവാക്കൾ ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തൻ കഴിക്കാമെന്നുള്ള സന്തോഷ വാർത്ത ഏറുമാടൻ ബോയ്സ് നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ ഏറുമാടൻ ബോയ്സിന്റെ ഈ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കട്ടെ. എന്തായാലും കൃഷിയിലേക്ക് ഇറങ്ങി വന്ന യുവാക്കൾക്ക് ഏറുമാടൻ കൃഷിക്കൂട്ടത്തിന് ലൈവ് മീഡിയ മൂർക്കനാടിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. മൂർക്കനാട് പഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമാണ് ഏറുമാടൻ കൃഷിക്കൂട്ടം. ആ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ 5 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ആദ്യമായിട്ട് മൂർക്കനാട് പഞ്ചായത്തിൽ ചെയ്യുന്നത്. കൃത്യത കൃഷിയാണ് ഇവിടെ നമ്മൾ കൃത്യത കൃഷിയിലൂടെയാണ് തണ്ണിമത്തൻ ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു വളവും വെള്ളവും അതുപോലെ മറ്റ് നമ്മുടെ അധ്വാനവും എല്ലാം വളരെ കുറച്ചുകൊണ്ട് ഉൽപാദനം കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃത്യത കൃഷിയുടെ നടത്തുന്നത്. അത് മൂർക്കനാട് പഞ്ചായത്തിൽ ഇത്രയും അധികം സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൃഷി നിലവിൽ നടത്തുന്നത്. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിൽ അർപ്പിതമായ കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. കൃഷി നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് നമ്മളുടെ പഞ്ചായത്തിനകത്തും പുറത്തും സംസാര വിഷയമാക്കുന്നതിന് വേണ്ടിയിട്ടും യുവാക്കൾ കൃഷിയിലേക്ക് വരുന്നതിന്റെ ഒരു മെസ്സേജ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു പ്രവർത്തനം ഈ ക്ലബിന്റെ ഭാരവാഹികൾ ഏറ്റെടുത്തതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ ഈ കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാനും നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൃഷിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മിയെ വളരെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മണി, അതുപോലെ തന്നെ കൃഷി ഓഫീസ്, പ്രിയപ്പെട്ട ക്ലബ്ബ് ഭാരവാഹികൾ, കാരണവന്മാർ, പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഏർമാടൻ ബോയ്സ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തില് നമ്മുടെ പഞ്ചായത്തിനകത്തൊരു കൃത്യത കൃഷി ഇത്രയും കൂടുതൽ സ്ഥലത്ത് 5 ഏക്കറോളം സ്ഥലത്ത് ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമുക്കറിയാം ഏർമാടൻ ബോയ്സ് നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഏർമാടൻ ബോയ്സ് ആ ഒരു സ്ഥലം നമ്മുടെ കൃഷി ഇടമാണ്. അവിടെ ഒരു നെൽകൃഷിയുടെ ഒക്കെ മേഖലയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി ആ ഒരു ഭാഗത്ത് മാറ്റി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും
കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു സന്ദേശമാണ് കൃഷിമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും കൃഷിയിലേക്ക്, ഓരോ വാർഡിനകത്തും കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. ഇത് പരിശുഭൂമിയായി കിടക്കുന്ന ഒരു ഇടമാണെങ്കിൽ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ സ്ഥലം നമുക്ക് കൃഷിയോഗ്യമാക്കുന്ന തരത്തിലേക്ക് നിലമൊരുക്കി തരത്തുന്ന പദ്ധതി നമ്മൾ ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കാണാറുണ്ട് തണ്ണിമത്തന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് വളരെ ജനകീയമായിട്ട് തന്നെ ഇതിലൊരു ഉത്സവമാക്കി ഇതിനെ ചെയ്യണം. അതിനോട് നിങ്ങളോട് കൂടെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, വൈസ് പ്രസിഡന്റ്, മറ്റു എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരും ചെറുപ്പക്കാരും ഓരോമാസിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ കൃഷിയെപ്പറ്റിയും ഏർമാടത്തെ പറ്റിയും എല്ലാം ഇവിടെ പ്രതിപാദിച്ചു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൃഷിയുമായിട്ട് 4 വർഷം മുമ്പ് സാപ്പി എന്നോട് നിരന്തരം നമുക്ക് ഭത്ത കൃഷി ചെയ്യണം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ അത് റിസ്ക് എടുത്ത് ഇടപാടാന്നുള്ള ഇടയ്ക്ക് ഞാനത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നാമത് അനുയോജ്യമായ ഒരു സ്ഥലം നമ്മുടെ പ്രദേശത്ത് കിട്ടാത്തതിന്റെ പേരിലായിരുന്നു നേറ്റിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലം വലിയ പറമ്പിൽ ഫാമിലിയിൽ അവരുടെ എല്ലാവരുടെയും കൂടി സ്വത്താക്കി കിടക്കുന്നതാണ്. അവർ ഈ സ്ഥലം വിട്ട് അവർക്ക് വേണ്ടി തന്നത്. എന്നാലും ശരി, അതിന് ആദ്യമായിട്ട് എല്ലാവരുടെ അഭിനന്ദനവും അവർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഈ കൂട്ടായ്മ മോഡൽ ബോയ്സ് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അഭിനന്ദനമാണ്. കാരണം അവർ ഇപ്പൊ ഞങ്ങൾ പോലെ എന്നെ പോലെ കുറച്ച് കാരണന്മാർ അതിന്റെ പിന്നിലുണ്ട്. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഞങ്ങളോടൊന്ന് അന്വേഷിച്ചിട്ട് അവർ ഇറങ്ങാറുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ ഒരു കൃത്യത കൃഷി, അത് പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കൃത്യത കൃഷിയിലേക്കാണ്. അതുകൊണ്ട് അതിന്റെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്താം. പോഷക സമൃദ്ധി മിഷൻ നമുക്കറിയാം. എന്തുകൊണ്ട് പോഷക സമൃദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ നമുക്കറിയാം. വളരെ സ്ഥല പരിമിതി ഉണ്ട്. നമുക്ക് കൃഷിയിടങ്ങൾ വളരെ കുറവാണ്. നമുക്ക് വീട്ടുവളപ്പിലുള്ള കൃഷികളാണ് കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നത്. നമ്മളൊരു കർഷകനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവര് മറ്റുള്ളവന്റെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയും അതിൽ ചെയ്യില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ക്ലബാണ് ഈ ഏർമാടം ബോയ്സ്. ഏർമാടം ബോയ്സ് ഇപ്പോ നമുക്ക് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മൂർക്കനാട് പഞ്ചായത്തിലുള്ളവരല്ലാത്തവർക്ക് പോലും ഏർമാടം എന്താണെന്നും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ അവിടെ പുഷ്പകൃഷിയാണെങ്കിലും മറ്റ് പല വെറൈറ്റി ആയിട്ടുള്ള കൃഷികളാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. കൃത്യത കൃഷി എന്ന് പറയുന്നത് നമ്മുടെ വളവും വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ അധ്വാനവും എല്ലാം വളരെ കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് ഡ്രിപ്പ് ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ വെള്ളം ആ ചെടിയുടെ വേരിലേക്ക് എത്തുന്നത് കൊണ്ട് ആവശ്യമില്ലാതെ വെള്ളം നമുക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ വെള്ളത്തിൽ കൂടെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ആവശ്യമായിട്ടുള്ള സമയത്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷിയാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി. ആ ഒരു കൃഷി നമ്മുടെ ഒരു മൂർക്കനാട് പഞ്ചായത്തിൽ അതുപോലെ തന്നെ ഇത് ഇനി തണ്ണിമത്തനാണ് നമ്മൾ നോമ്പ് കാലത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ആണ് എപ്പോഴും ഒരു കൃഷിയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തണ്ണിമത്തം ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കിപ്പോ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കറ്റിംഗിന്റെ സമയത്ത് എനിക്ക് ഒരു ചെറിയ സജഷൻ പറയാനുള്ളത്, ആ സമയത്തേക്ക് നമുക്ക് തണ്ണിമത്തനാവുമ്പോൾ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് നിങ്ങളത് വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് നമ്മളാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഏറമാടം ബോയ്സ് വത്തക്കാന്നോ നാടൻ വത്തക്കാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ, അല്ലെങ്കിൽ കാളേർക്കുളം വത്തക്കാന്നോ ആ ഒരു രീതിയിൽ. ഇപ്പൊ കരിഞ്ചാപ്പാടി വത്തക്ക എന്ന് പറയുന്നത് നമുക്കൊരു പേരാണ്. അത് കരിഞ്ചാപ്പാടിയിൽ ഉണ്ടാക്കിയതാണ് നമുക്ക് വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ പുറത്തുള്ളവർക്കും ഇങ്ങനെ ഒരു പേര്, നമ്മുടെ മൂർക്കനാടിന്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ പേര്, നിങ്ങൾ എല്ലാവരുടെയും പേര് മുമ്പിലേക്ക് കൊണ്ടുവരാനും ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് ഇനി നോമ്പ് കാലത്ത് നല്ലൊരു വിളവെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല രീതിയിലുള്ള ഒരു കൃഷി ഇവിടെ നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൃഷി ഓഫീസർ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, എന്റെ എല്ലാമായ ഏർമാടം സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് പറയാനുള്ളത് ഏർമാടം ബോയ്സിനെ കുറിച്ചാണ്. അർപ്പണബോധവും ആത്മാർത്ഥതയും രക്തത്തിൽ കലർന്നുകൂടിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ പടുത്തുയർത്തിയ ആശയത്തിന്റെ ഒരു ഘട്ടമാണ്, പുതിയ ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്ന പ്രത്യേക കൃഷി. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ 100% ഭംഗിയായി ചെയ്ത് തീർക്കണം എന്നുള്ളൊരു പിടിവാശി മാത്രമേ ഇവർക്കുള്ളൂ. വേറെ ഒരു പിടിവാശിയും ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ പല കാര്യങ്ങളും നമ്മളൊക്കെ പറഞ്ഞ പോലെ കാരണവന്മാരായ ഞങ്ങളോടൊക്കെ അന്വേഷിച്ച് പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങൾക്കും അതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കാറും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എതിര് പറയേണ്ട ഒരു ആവശ്യമോ അതിലൊരു അഭിപ്രായം ഉൾപ്പെടുത്തേണ്ട ആവശ്യമോ ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്താ, ഇവരെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ ഭംഗിയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. എല്ലാ മേഖലകളിലും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ, ഞാനും ഒരുപാട് ക്ലബ്ബുകളുമായിട്ടും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, ഇതുപോലെ ഒരു കൂട്ടായ്മ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇനിയും വളരട്ടെ. ഇതിന് എന്തായാലും സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും സർക്കാർ, അതുപോലെ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മ, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു പുതുവർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്, 2025-ലാണ്. പക്ഷെ ഈ പുതുവർഷത്തില് നമുക്ക് ഏറ്റവും അഭിമാനമായ ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇരിക്കുന്ന വേദിയാണ്. കാരണം മൂർക്കനാട് പഞ്ചായത്തില് ഇത്രയും നല്ലൊരു കൃഷിയിടം മുമ്പ് നമ്മൾ നടത്തിയിട്ടില്ല. അതിന്റെ തുടക്കക്കാരൻ എന്ന നിലയില് ഷാഫി നേതൃത്വം നൽകുന്ന ഏർമാടം ബോയ്സിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. ഏർമാടം ബോയ്സ് തണ്ണമത്തം കൃഷി ഇവിടെ ചെയ്യുകയാണ്. അന്നേരം ഷാഫിയുടെ നേതൃത്വത്തില് ഉള്ള യുവാക്കൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും അടുത്ത പ്രദേശങ്ങള് കൃഷിക്ക് വേണ്ടി അവര് എടുക്കുകയും കൂടുതൽ യുവാക്കളെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ കൃത്യത കൃഷിക്ക് ഇവിടെ പങ്കെടുത്ത പ്രസിഡന്റ്, കൃഷി ഓഫീസർമാര്, നാട്ടിലെ കാരണവന്മാര്, നമ്മുടെ അംഗനവാടി ടീച്ചർമാര്, കുട്ടികള്, എല്ലാവർക്കും ഈ പരിപാടിയിൽ വന്നതിന് നന്ദി അറിയിക്കുന്നു.